നമസ്കാരം, വെൽക്കം ടു ഉമേസിയാസ് യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് മെന്റൽ റിസൈലിയൻസ് അല്ലെങ്കിൽ മാനസിക പ്രതിരോധം നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നാണ്. എന്ത് സിറ്റുവേഷനെയും മറികടക്കാൻ നമുക്ക് ഇതേ വേണ്ടുള്ളൂ അല്ലെ. മാനസികമായിട്ട് പ്രതിരോധിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മൾ ലൈഫിൽ പലതരം അല്ലെങ്കിൽ പല ഇന്റൻസിറ്റിയിലുള്ള പ്രശ്നങ്ങളെ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരാറുണ്ട് അല്ലെ. ചിലപ്പോൾ നിസ്സാരമായിട്ട് നമുക്ക് പ്രശ്നങ്ങളെ തരണം ചെയ്ത് പുറത്തു വരാൻ സാധിക്കും. പക്ഷെ ചില സമയങ്ങളിൽ നമ്മൾ വല്ലാത്തൊരു ബുദ്ധിമുട്ടിലായി പോകും അല്ലെ. നമുക്ക് ആ പ്രോബ്ലത്തിൽ നിന്ന് തരണം ചെയ്ത് പുറത്തു വരാൻ സാധിക്കാത്തൊരവസ്ഥയിലായിരിക്കും നമ്മൾ ഉണ്ടാവുക. അപ്പോൾ പ്രോബ്ലംസ് വരുമ്പോൾ അതിനെ ഫേസ് ചെയ്യുമ്പോഴാണ് നമ്മൾ മെന്റലി റിസൈലിയന്റ് ആവുക. അതായത് നമുക്ക് മാനസികമായിട്ടുള്ള പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന സമയം പ്രോബ്ലംസ് നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ മാത്രമാണ്. പക്ഷെ അതത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല അല്ലെ. ചില പ്രശ്നങ്ങൾ നമ്മളെ മാനസികമായിട്ട് തളർത്തിക്കളയും അല്ലെ. നമുക്ക് ഒന്നും തന്നെ ഒന്ന് ഇരുന്നിടത്ത് എണീക്കാൻ പോലും പറ്റാത്ത രീതിയിൽ മെന്റലി നമ്മൾ തളർന്നു പോകും ചില പ്രശ്നങ്ങളിൽ. മറ്റു ചില പ്രശ്നങ്ങൾ നമുക്കൊരു പാഠം പഠിപ്പിച്ചു തരും അല്ലെ. ഇതിനെ നമ്മൾ ഇങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ നമ്മൾ ഇങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നുള്ളൊരു പാഠം നമ്മൾ പഠിക്കുകയും അതോടൊപ്പം നമ്മൾ വളരാനും നമ്മുടെ മെന്റൽ ഗ്രോത്തിനും അല്ലെങ്കിൽ ഒരു ഡെവലപ്മെന്റിനും ഒക്കെ ഒരു ചാൻസസ് ആണ് ചില പ്രശ്നങ്ങൾ നമുക്ക് തരുന്നത്. സോ എങ്ങനെ പ്രശ്നങ്ങളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ട് നമുക്ക് വളരാനുള്ള ചാൻസസ് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് മാനസികമായിട്ട് പ്രതിരോധിക്കുക എന്ന് പറയുന്നതിന്റെ ഒരു ഉൾക്കാഴ്ച അല്ലെ. അപ്പൊ അതിന് പറ്റുന്ന ചില ഫ്യൂ സ്റ്റെപ്സ് ആണ് നിങ്ങൾക്ക് ഞാൻ ക്വിക്കായിട്ട് പറഞ്ഞുതരാൻ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് പോയിന്റ്, പ്രശ്നങ്ങളിൽ നിന്നും ഒളിച്ചോടാതിരിക്കാൻ ശ്രമിക്കുക. ചില ആളുകൾ പ്രശ്നങ്ങളെ ഫേസ് ചെയ്യാൻ ഭയങ്കര പേടിയും ഉത്കണ്ഠയും മടിയും അല്ലെങ്കിൽ എന്തൊക്കെയോ ആണ് അല്ലെ. പല ആളുകളുടെയും മനസ്സിൽ പലതരം ചിന്തകളാണ് പ്രോബ്ലത്തിൽ നിന്ന് ഒളിച്ചോടാൻ. ആക്ച്വലി അതിന് ഒത്തിരി എനർജി വേണം. പ്രോബ്ലത്തിൽ നിന്ന് ഒളിച്ചോടാനാണ് പ്രോബ്ലം ഫേസ് ചെയ്യുന്നതിനേക്കാൾ എനർജി നമുക്ക് വേണ്ടത്. അതായത് പ്രോബ്ലം ഫേസ് ചെയ്യാതെ ഒളിച്ചോടുമ്പോൾ നമുക്ക് ന്യായം കണ്ടെത്തണം, അല്ലെങ്കിൽ കഴിവുകൾ പറയണം, ഒളിച്ചോടണം, നമുക്ക് അതിനുള്ള പ്ലാനുകൾ ഉണ്ടാക്കണം അല്ലെ. ഒത്തിരി എനർജി അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യം വരും. പക്ഷെ ആ പ്രോബ്ലത്തെ ഫേസ് ചെയ്യുകയാണെങ്കിലോ, വൺസ് നമ്മൾ ഫേസ് ചെയ്യുക, അതിന്റെ സൈഡിൽ വരുന്ന കാര്യങ്ങളെ മാനേജ് ചെയ്യുക, നമുക്ക് തീർച്ചയായിട്ടും അതിലവിടെ തീരും. ആ പ്രോബ്ലം എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷനെ അവിടെ കഴിഞ്ഞു അല്ലെ. പകരം നമ്മൾ ഒത്തിരി അതിനെ ഒളിച്ചോടാൻ ശ്രമിക്കുമ്പോഴാണ് ഒത്തിരി എനർജി എക്സർഷൻ നമ്മുടെ ഭാഗത്ത് വരാം. സോ ഫസ്റ്റ് പോയിന്റ്, നമ്മൾ പ്രോബ്ലത്തെ ഫേസ് ചെയ്യുക, ഒളിച്ചോടാതെ പ്രോബ്ലത്തെ നിങ്ങൾ ഫേസ് ചെയ്യുക. 2, കാം ഡൗൺ. നിങ്ങൾ തന്നെ ഒന്ന് കാം ആക്കുക. അതായത് നമുക്കൊരു പ്രോബ്ലം വരുന്ന സമയത്ത് ഒരിക്കലും നമ്മളെ കാം ഡൗൺ ചെയ്യാനുള്ള ടെക്നിക്കുകൾ യൂസ് ചെയ്യരുത്. കാരണം ആ സമയത്ത് കാം ഡൗൺ ചെയ്യാന്നുള്ളതല്ല, ആ സമയത്ത് നമ്മൾ ആ പ്രോബ്ലത്തെ ഫേസ് ചെയ്യാന്നുള്ളതാണ്. പക്ഷെ അതിന് മുന്നേ നമ്മൾ മാനസികമായിട്ട് കാം ഡൗൺ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കണം. എന്നാലാണ് ആ പ്രോബ്ലത്തിന്റെ എല്ലാ വശങ്ങളും ചിന്തിക്കാനും അതിന്റെ സൊല്യൂഷൻ, പ്രോബബിൾ ആയിട്ടുള്ള സൊല്യൂഷനിലേക്ക് നമുക്ക് എത്താനും സാധിക്കുള്ളൂ. ഇതൊക്കെയാണ് മാനസിക പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ നല്ല രീതിയിൽ മെന്റലി റിസൈലന്റ് ആയിട്ടുള്ള ആളുകൾ ചെയ്യാം. ഓക്കെ, അപ്പൊ അത് എങ്ങനെ ചെയ്യാൻ സാധിക്കും? മാനസികമായിട്ട് നമുക്ക് എങ്ങനെ കാം ഡൗൺ ചെയ്യാൻ സാധിക്കും? അടങ്ങി ഒതുങ്ങിയിരിക്കുന്നതാണോ കാം ഡൗൺ? അല്ല, മെന്റലി നമ്മൾ കാം ആക്കാം. മെഡിറ്റേഷൻസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും, തെറപ്പീസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും, അതല്ലെങ്കിൽ എക്സസൈസസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ കുറച്ച് സമയം ഒരു സെൽഫ് ടൈം ഒക്കെ എടുക്കുന്നത് ഒത്തിരി നമ്മളെ മെന്റലി കാം ആക്കും. അത് ഒത്തിരി ഹെൽപ്ഫുൾ ആണ്. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, നമ്മുടെ ടോളറൻസ് കപ്പ് ഉണ്ടല്ലോ, ഈ ടോളറൻസ് കപ്പിനെ നമ്മൾ എപ്പോഴും, അതായത് ടോളറൻസ് കപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സഹനം, കുറേ ബുദ്ധിമുട്ടുകൾ, നമ്മുടെ വിഷമങ്ങൾ, നമ്മുടെ ദുഃഖങ്ങൾ, ചിന്തകൾ, ടെൻഷൻ ഒക്കെ വന്ന് നിറയുന്ന ഒരു കപ്പായിട്ടാണ് ഞാൻ അതിനെ, ടോളറൻസ് കപ്പിനെ നമ്മൾ റിലേറ്റ് ചെയ്ത് പറയാം. ഈ ടോളറൻസ് കപ്പ് എപ്പോഴൊക്കെ നിറയുന്നു അപ്പോഴൊന്നും നമ്മൾ കാമല്ല. സോ നമ്മൾ കാം ഡൗൺ ആവണമെങ്കിൽ ഈ ടോളറൻസ് കപ്പിനെ നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് എംറ്റി ആക്കണം. ഇതിനെ എംറ്റി ആക്കാനുള്ള വഴികളാണ് മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ. സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന, ഒരു 5 മിനിറ്റ് ഒക്കെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റിലാക്സേഷൻ മെഡിറ്റേഷൻ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ അതിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം. ഇതൊക്കെ നമ്മൾ ഡെയിലി എന്നുള്ള രീതിയിൽ നമ്മളൊന്ന് യൂസ് ചെയ്താൽ തന്നെ ഒത്തിരിയേറെ വിഷയങ്ങൾ നമുക്ക് മനസ്സിനെ നിയന്ത്രിക്കാനും നമ്മുടെ മൈൻഡ് കാം ആക്കാനും നമുക്ക് ഈസി ആയിട്ട് സാധിക്കും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. സോ സെക്കൻഡ് പോയിന്റ് ഇസ് കാം ഡൗൺ യുവർ മൈൻഡ്. നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കി വെക്കുക. അത് പ്രോബ്ലം വരുമ്പോഴല്ല, അതിന് മുന്നേ. 3, നിങ്ങൾക്ക് വല്ലാണ്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആ ഒരു പ്രശ്നമില്ലേ, എന്തോ ആയിക്കോട്ടെ, ആ ഒരു പ്രോബ്ലം, അതിന്റെ ഒരു പ്രോപ്പർ ക്ലാരിറ്റി ചിലപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. പ്രോബ്ലത്തിൽ ഇരിക്കെ നമ്മൾ അതിലിങ്ങനെ മെൽ ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. നമുക്ക് അതിൻ്റെ ഒരു വ്യക്തത അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി നമുക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. ഇപ്പൊ
ക്ലാരിറ്റി കിട്ടണമെങ്കിൽ എന്താണ് എൻ്റെ പ്രോബ്ലം എന്ന് നമ്മളൊരു പേപ്പറിലേക്ക് പകർത്തുക. ആ പ്രോബ്ലമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ചിന്തകളും, എന്ത് ചിന്തയായിക്കോട്ടെ, ഉത്കണ്ഠയായിക്കോട്ടെ, ദേഷ്യമായിക്കോട്ടെ, സങ്കടം ആയിക്കോട്ടെ, ഹെൽപ്ലെസ്നെസ് ആയിക്കോട്ടെ, ഹോപ്പ്ലെസ്നെസ് ആയിക്കോട്ടെ, പ്രതീക്ഷയില്ലായ്മ, നിസ്സഹായാവസ്ഥ ഒക്കെ നിങ്ങളൊരു പേപ്പറിലേക്ക് വ്യക്തമായിട്ട് എഴുതുക. എഴുതി കഴിയുമ്പോൾ, എഴുതുന്ന സമയത്ത് നിങ്ങൾ സമയമെടുത്ത് ചെയ്യേണ്ട ഒരു പ്രക്രിയയാണ് ഈ മൂന്നാമത്തെ സ്റ്റെപ്പ് കേട്ടോ. പെട്ടെന്ന് പോയിട്ട് നിങ്ങൾ ഓക്കെ ഇതൊക്കെയാണ് എൻ്റെ പ്രശ്നം, ഇതിൻ്റെ ഇങ്ങനെ അങ്ങനെയല്ല. സമയമെടുത്ത് നിങ്ങളുടെ ചിന്തകളെ മുഴുവനായും നിങ്ങൾ ആ പേപ്പറിലേക്ക് പകർത്തി കഴിയുമ്പോൾ ആ പേപ്പറിൽ എഴുതുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഓക്കെ ഇത് ഈ കാര്യങ്ങളൊക്കെ എനിക്ക് വിട്ട് കളയാവുന്നതാണ്, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളൊക്കെ അപ്രസക്തമാണ്, ഈ ഒരു പ്രോബ്ലമായിട്ട് എൻ്റെ മനസ്സിന് ടെൻഷൻ കാരണം ഞാൻ ചിന്തിച്ചു പോകുന്നതാണെന്നൊക്കെ നമുക്കൊരു ഐഡിയ കിട്ടും. അങ്ങനെയുള്ളതിന് നിങ്ങൾ അപ്പം തന്നെ ജസ്റ്റ് ഒരു ഇൻറ്റു മാർക്ക് കൊടുത്ത് കട്ട് ചെയ്തേക്കുക. ഇനി അല്ലാത്ത പ്രോബ്ലംസ് ഉണ്ടല്ലോ, നമുക്ക് ശരിക്കും ഉണ്ട്, ദിസ് ഇസ് ബോദറിങ് മീ, എനിക്ക് ഭയങ്കര ഹേർട്ട് ചെയ്യാണ് എന്നെ, അല്ലെങ്കിൽ എനിക്ക് ഇതിന്റെ സൊല്യൂഷൻ വേണം എന്നൊക്കെ തോന്നുന്ന ചില പ്രോബ്ലംസ് ഇല്ലേ, അതിനെ നിങ്ങൾ സർക്കിൾ ചെയ്യുക. ആ സർക്കിൾ ചെയ്ത പ്രോബ്ലംസിനുള്ള പരിഹാരം നിങ്ങൾ ചിന്തിക്കുക. ഓക്കെ ഇതാണ് എൻ്റെ പ്രോബ്ലം, ഞാൻ ആദ്യം കൺസിഡർ ചെയ്യേണ്ട പ്രോബ്ലം ഇതാണ്, ഇതിന് എന്തെല്ലാം സൊല്യൂഷൻസ്, പോസിബിൾ സൊല്യൂഷൻസ് എൻ്റെ മനസ്സിലുണ്ട്, ഈ മനസ്സിൽ വരുന്ന സൊല്യൂഷൻസിനൊക്കെ നിങ്ങൾ ലിസ്റ്റ് ഡൗൺ ചെയ്യുക. ലിസ്റ്റ് ഡൗൺ ചെയ്യുന്ന വരെയുള്ള സ്റ്റെപ്പാണ് ഈ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇത് സമയമെടുത്ത് ചെയ്യുക, സ്ലോ പ്രോസസ്സിൽ ചെയ്യുക. തിരക്ക് പിടിച്ച് വന്നിരുന്ന് എങ്ങനെയെങ്കിലും ചെയ്ത് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കണം എന്ന് വിചാരിച്ച സൊല്യൂഷൻ ഉണ്ടാവാൻ പോകുന്നില്ല. പകരം നിങ്ങൾ സമയമെടുത്ത് തേർഡ് സ്റ്റെപ്പ് ചെയ്യുക. നാലാമത്തത് നമ്മുടെ മൈൻഡ് സെറ്റ് ആണ്. അതായത് പ്രോബ്ലംസ് അനുഭവിക്കുമ്പോൾ മിക്ക ആളുകളും പ്രോബ്ലത്തിൽ ഇരിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ്, എനിക്കെപ്പോഴും ഇതാണ് എൻ്റെ അവസ്ഥ, ഞാൻ എന്ത് ചെയ്താലും അല്ലെങ്കിൽ ഞാൻ എന്ത് പ്ലാൻ ചെയ്താലും എൻ്റെ സിറ്റുവേഷൻ ഇതാണ്, എനിക്ക് ഈ ഒരു അവസ്ഥയിലൂടെയാണ് എപ്പോഴും പോകേണ്ടി വരുന്നത്, ഞാൻ പോലും അറിയുന്നില്ല എന്താ ദൈവമേ എനിക്ക് ഇങ്ങനെയൊക്കെ. ദിസ് ഈസ് കോൾഡ് വിക്ടിമൈസിങ്. നിങ്ങൾ നിങ്ങളെ തന്നെ ഇരയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ ആ ഒരു ലൂപ്പിൽ ഇട്ടാലുണ്ടല്ലോ, ഒരാളും വന്ന് നമ്മളെ ലൂപ്പിൽ നിന്ന് പുറത്തിറക്കി തരില്ല. സോ ഡോണ്ട് വിക്ടിമൈസ് യുവർ സെൽഫ്. നിങ്ങളെ ഇരയാക്കി നിങ്ങൾ തന്നെ ചിത്രീകരിക്കരുത്. അങ്ങനെ ചിത്രീകരിച്ച് പോയാൽ നമ്മൾ ആ ലൂപ്പിൽ പെട്ടുപോകും. പിന്നെ നമുക്കത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഓക്കെ എൻ്റെ അവസ്ഥ, എൻ്റെ വിധി, അല്ലെങ്കിൽ എൻ്റെ പ്രോബ്ലം ഇങ്ങനെയാണ്, എനിക്ക് ഇതേ പറ്റുള്ളൂ, എനിക്ക് ഇങ്ങനെ കിട്ടുള്ളൂ, ഞാൻ എത്ര ശ്രമിച്ചാലും എനിക്ക് ഇങ്ങനെ കിട്ടുള്ളൂ. ആ മൈൻഡ് സെറ്റിനെ നമ്മൾ ആദ്യം അങ്ങ് ഡിലീറ്റ് ചെയ്യുക കേട്ടോ. നമ്മളെ രക്ഷിക്കാൻ നമ്മൾ മാത്രമേ വരുള്ളൂ. ഇങ്ങനെ നമ്മൾ വിക്ടിമൈസ് ചെയ്ത് മറ്റുള്ളവരോട് പറയുന്നുണ്ട്, അവരെന്ത് ചെയ്യും? അവർ സിമ്പത്തൈസ് ചെയ്യുമോ? അയ്യോ ആണോ, എന്താ ചെയ്യാല്ലേ, ഇതിനപ്പുറം എന്തെങ്കിലും നമുക്ക് കിട്ടാനുണ്ടോ? ഒന്നും കിട്ടാനില്ല. സിമ്പതി ആർക്കാ വേണ്ടേ അല്ലേ? സോ സിമ്പതി പ്രതീക്ഷിച്ചുകൊണ്ട് വിക്ടിമൈസ് ചെയ്താൽ നമ്മളാണ് ആ ലൂപ്പിൽ പെട്ട് ബുദ്ധിമുട്ടുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. സോ വിക്ടിമൈസ് ചെയ്യാതിരിക്കുക. വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് ലാസ്റ്റ് സ്റ്റെപ്പ്, ഫിഫ്ത്ത് സ്റ്റെപ്പ്. ഇതിൽ നമ്മൾ നേരത്തെ ഒരുക്കി വെച്ച ആ സൊല്യൂഷൻ ഉണ്ടല്ലോ, നമുക്ക് മനസ്സിലായ നമ്മുടെ പ്രോബ്ലത്തിന് നമ്മളെ കൊണ്ടാവുന്ന സൊല്യൂഷൻസ് നമ്മൾ തന്നെ, പരിഹാരം നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്, അതിനെ ഇമ്മീഡിയറ്റ് ആക്ഷൻ, ഉടനെ നടപ്പിലാക്കുക. ആ ആക്ഷൻ ടൈം സ്ലോ ആവരുത്. ഇറ്റ് ഷുഡ് ബി ഫാസ്റ്റ്, ഇറ്റ് ഷുഡ് ബി വെരി ക്വിക്ക്. വളരെ പെട്ടെന്ന് നിങ്ങൾ ആ ആക്ഷൻ നടത്തുക. എഴുതി പേപ്പറിലാക്കി വെച്ച് മടക്കി വെച്ചത് കൊണ്ട് സൊല്യൂഷൻ ആവുന്നില്ല, നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നില്ല, നിങ്ങളുടെ മെന്റൽ റെസിലിയൻസ് കൂടുന്നില്ല, നിങ്ങളുടെ പ്രോബ്ലം സോൾവ് ചെയ്യുന്നില്ല. പകരം ആ പരിഹാരത്തെ നിങ്ങൾ നടപ്പിലാക്കുക. നടപ്പിലാക്കുമ്പോഴാണ് നമുക്ക് റിസൾട്ട് വരിക അല്ലെ. ആ നടപ്പിലാക്കാനുള്ള ശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്ന് വരണം. തീർച്ചയായിട്ടും ഇറ്റ് ഈസ് നോട്ട് എ സ്ലോ പ്രോസസ്, ഇറ്റ് ഷുഡ് ബി എ ക്വിക്ക് പ്രോസസ്. പെട്ടെന്ന് നിങ്ങൾ ചെയ്യുക കേട്ടോ. അപ്പൊ ഈ 5 സ്റ്റെപ്പും നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ഒരു തവണ കൂടെ കേൾക്കുകയോ കാണുകയോ ചെയ്യുക. എന്നാലാണ് പ്രോപ്പറായിട്ട് നമുക്ക് നമ്മുടെ പ്രോബ്ലമായിട്ട് റിലേറ്റ് ചെയ്തൊരു ക്ലാരിറ്റിയിലേക്ക് എത്താൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും ഫിസിക്കൽ ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് അല്ലെ, ശരീരത്തിന്റെ പ്രതിരോധ ശേഷിക്ക് വേണ്ടിയിട്ട് എന്ത് വൈറ്റമിൻ എടുക്കാനും എന്ത് ഇഞ്ചക്ഷൻ എടുക്കാനും എന്ത് തരം മെഡിസിൻ എടുക്കാനും തയ്യാറാകുന്ന നമ്മുടെ മാനസിക പ്രതിരോധ ശേഷി കൂട്ടാൻ തയ്യാറാവണ്ടേ? നിങ്ങൾ തയ്യാറാണോ? തയ്യാറാണെങ്കിൽ യെസ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഈ 5 സ്റ്റെപ്പ്, നിസ്സാരമായിട്ടുള്ള 5 സ്റ്റെപ്പ് നിങ്ങൾക്ക് സാധിക്കും. എനിക്ക് സാധിച്ചിട്ടുണ്ട് എൻ്റെ ലൈഫിൽ, എങ്കിൽ നിങ്ങൾക്ക് സാധിക്കും തീർച്ചയായിട്ടും. സോ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഫോളോ ചെയ്യുക. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യുക. ആൻഡ് ടൈപ്പ് ഇഫ് യു വിൽ ഡു ദിസ്. നിങ്ങൾ ഇത് ചെയ്യുമെങ്കിൽ യെസ് എന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. ഐ വിൽ വെയിറ്റ്. സോ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.